വലിയ വിവാദമായ കേസായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. ഇപ്പോൾ ദിവസങ്ങളായി അദ്ദേഹം ഒളിവിൽ കഴിയുകയാണ്. ഏകദേശം 11 ദിവസം പിന്നിടുകയാണ്. എന്തായാലും നിർണായകമായ വിധിയാണ് രണ്ടാമത്തെ ലൈംഗികാതിക്രമ കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ കൃത്യമായ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികൾ ഇങ്ങനെയാണ്: നാളെ 10-11 മണിയോടെ അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ മുന്നിൽ ഹാജരാകണം, അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരു ഉപാധി വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഉപാധി തെറ്റിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം എന്നുകൂടി കോടതിയിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഈ വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ രാഹുലിൻ്റെ പല സ്ഥലങ്ങളിലായി ഉണ്ട് എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് എറണാകുളത്തുണ്ട്, വയനാടുണ്ട്, ബംഗളൂരുവിലുണ്ട് എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. എന്നാലും സൂചനകൾ മാത്രമായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. പിന്നീട് യാതൊരു തരത്തിലും അദ്ദേഹത്തെ പിടികൂടാൻ ഈ പോലീസ് സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ആദ്യ ലൈംഗികാതിക്രമ കേസിൽ ഹൈക്കോടതിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ 15-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ക്രൂരമായ ഒരു പീഡനമാണ് ഈ ഹോം സ്റ്റേയിൽ നിന്നും ഈ പെൺകുട്ടി നേരിട്ടത് എന്ന ഒരു ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഈ SIT സംഘത്തിനോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അതിലൊക്കെ കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഗുരുതര ആരോപണവുമായി വന്നിരിക്കുന്നത്? പക്ഷേ ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നും ചിന്തിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ആദ്യത്തെ അതിജീവിത പരാതി കൊടുക്കുന്നതിന് പിന്നാലെയാണ് തനിക്കൊരു ധൈര്യം വന്നത്. ഈ ഫെന്നി നൈനാൻ ഉൾപ്പെടെയാണ് തന്നെ കാറിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതെന്നും ഹോം സ്റ്റേയിലെത്തി ഒരു സഹായം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് എന്നുമാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈഡിൽ നിന്നും പറയുമ്പോൾ ഈ വക്കീലടക്കം പറയുന്നത്. അതുകൊണ്ടാണ് നിർണായകമായ ഈ വിധി പുറത്തു വന്നപ്പോൾ കൃത്യമായൊരു ഉപാധിയോടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ പക്കൽ രാഹുൽ മാങ്കൂട്ടം ഹാജരാകണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.